കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന പാഠത്തിലെ ചില ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇതാണ്, വാട്ട് ഡു യു മീൻ ബൈ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? 2 മാർക്കിന്റെ ആൻസർ ആയിട്ടാണ് നമ്മൾ കൊടുത്തുള്ളത്. നോക്കാം. During the British rule, peasants were compelled to cultivate crops according to the market needs. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പെസൻസ് കർഷകര് നിർബന്ധിതരായി എന്തിന്? ടു കൾട്ടിവേറ്റ് ക്രോപ്സ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് നീഡ്സ്. വിപണിക്ക് ആവശ്യമായ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതരായി. ആസ് എ റിസൾട്ട്, അതിന്റെ ഫലമായി കൊമേഴ്സ്യൽ ക്രോപ്സ് വർ ലാർജ്ലി കൾട്ടിവേറ്റഡ്. അതിന്റെ ഫലമായി വാണിജ്യ വിളകൾ കൂടുതലായിട്ട് കൃഷി ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്, എന്തിനു പകരമായി? ഫുഡ് ക്രോപ്സിന് പകരമായി വാണിജ്യ വിളകൾ കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ടേംഡ് ആസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഈ കൃഷിയുടെ ഈ വിളകളിൽ നിന്ന് വാണിജ്യ വിളകളിലേക്കുള്ള പരിവർത്തനമാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. മനസ്സിലായോ? ഇതിൽ തന്നെ നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? കൃഷിയെ വാണിജ്യവൽക്കരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇതിന് നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നുള്ളത് എഴുതിയതിന് ശേഷമാണ് ഈ 4 പോയിന്റ് കൂടി എഴുതേണ്ടത്. ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫാമേഴ്സ് ഹാഡ് ടു പേ ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ബിഫോർ ദ ഡെഡ് ലൈൻ. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാക്സ് അടക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമേഴ്സ് ഹാഡ് ടു പേ, ഫാമേഴ്സിന് നികുതി അടക്കേണ്ടതായി വന്നിരുന്നു. എങ്ങനെയുള്ള നികുതി? ഹൈ റേറ്റ് ഓഫ് ടാക്സ്, ഉയർന്ന നികുതി നിരക്കായിരുന്നു അവർ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്. ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, പണമായി തന്നെ അടക്കണമായിരുന്നു. ബിഫോർ ദ ഡെഡ് ലൈൻ, നിശ്ചയിച്ച തീയതിക്ക് മുമ്പായി പണമായി തന്നെ ഈ ഉയർന്ന നികുതി നിരക്ക് അടക്കേണ്ടതായി വന്നിരുന്നു. അത് ഒന്നാമത്തെ സാഹചര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ടു മീറ്റ് ദിസ് they cultivated the crops that had higher market price. അതായത് ഈ സാഹചര്യം മീറ്റ് ചെയ്യാനായിട്ട്, അതായത് ഈ കൂടുതൽ റേറ്റ് ഓഫ് ടാക്സ് കൊടുക്കേണ്ട ആ സാഹചര്യം മീറ്റ് ചെയ്യാനായിട്ട് they cultivated the crops that had higher market price. മാർക്കറ്റിൽ ഉയർന്ന വിലയുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതരായി. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പോയിന്റ്, the products that had demand in the European markets were given higher price. യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഹയർ പ്രൈസ് ഉള്ള പ്രൊഡക്റ്റുകൾ കൃഷി ചെയ്യാനായിട്ട് അതൊരു കാരണമായി. യൂറോപ്യൻ മാർക്കറ്റുകളിൽ കൂടുതൽ വില കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ കൃഷി ചെയ്യാനായിട്ട് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായി. അതായത് കൂടുതൽ പൈസ കിട്ടണ്ടേ, ഉയർന്ന വില കിട്ടിയാലല്ലേ അവർക്ക് ഈ നികുതി അടയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് അവർ അതിന് നിർബന്ധിതരായി. ഈ ലാസ്റ്റ് പോയിന്റ്, thus the Indian land became the cultivating field of Europe. അങ്ങനെ നമ്മുടെ കൃഷിയിടങ്ങൾ, അതായത് ഇന്ത്യയുടെ കൃഷിയിടങ്ങൾ യൂറോപ്യർക്കുള്ള കൃഷിഭൂമിയായി മാറി. യൂറോപ്പിന്റെ കൃഷിഭൂമിയായി നമ്മുടെ കൃഷിയിടങ്ങൾ മാറുവാനുള്ള സാഹചര്യവും ഉണ്ടായി.